ഇന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് കുഴിമന്തി തിന്നാൻ ഒരാഗ്രഹം. അപ്പോൾ തന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി കുഴിമന്തി കഴിക്കാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല ബ്ലോക്കായിരുന്നു അങ്കമാലിലൊക്കെ. ഞങ്ങൾ നേരെ പോണത് അൾട്രി മന്തിയിലേക്കാണ്. ഞങ്ങൾക്ക് കുഴിമന്തി എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഇല്ല, അൾട്രി മന്തി മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം അത്രയും ടേസ്റ്റിയാണ് അവിടുത്തെ മന്തി എന്ന് വെച്ചാൽ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. നല്ല തിരക്കും നല്ല ബ്ലോക്കും ആയിരുന്നു അവിടെ. ഞങ്ങളകത്തേക്ക് കയറാൻ കൂടെ പറ്റണില്ല, അത്രയും തിരക്കായിരുന്നു എൻ്റെ അകത്ത്. ഞങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തപ്പിക്കൊണ്ട് കിടക്കുക, സീറ്റുണ്ടോ എന്ന്. ഇവിടെ ഭയങ്കര ചർച്ചയാണ്, ഇനി ആരെങ്കിലും എണീക്കും, ഇപ്പം ഞാൻ എണീക്കും, ഞങ്ങൾ എത്ര നേരം പോസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ കുറേ പേരൊക്കെ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഇതിൻ്റെ ഇടയിൽ വാരി വിതറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 10 പേരുണ്ടായിരുന്നു, അതുകൊണ്ട് 10 പേർക്കുള്ള സീറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 1.5 മണിക്കൂറെങ്കിലും ഞങ്ങൾ മിനിമം അവിടെ വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് തന്നെ കിട്ടിയത്. പിന്നെ ഓരോരുത്തർ കിട്ടുന്ന സീറ്റ് അനുസരിച്ചിട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റായി. പിന്നെ ഞങ്ങൾ അടുത്തത് മന്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾക്ക് പ്ലേറ്റ് വന്നു, സാലഡ് വന്നു. അത് രണ്ട് വന്നപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എനർജി വന്നു കേട്ടോ. കാരണം ഇപ്പം തന്നെ മന്തി വരുമല്ലോ. ഞങ്ങൾ അപ്പോഴേക്ക് സാലഡൊക്കെ കഴിച്ചു തുടങ്ങിയായിരുന്നു, ഞങ്ങൾക്ക് വിശക്കുണ്ടായിരുന്നു. പിന്നെ മന്തി വന്നു, എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട പീസൊക്കെ നോക്കി എടുത്ത് കഴിച്ചു തുടങ്ങി. എല്ലാവർക്കും മന്തി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹരമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും മുഖം കണ്ടറിയാം മന്തി എത്തോരം ആസ്വദിച്ച് അവിടെ കഴിക്കണേന്ന്. കാരണം ആ മന്തി റൈസ് എടുത്ത് അതിലേക്കൊരു ചിക്കൻ കഷ്ണമൊക്കെ വച്ച് അതിലേക്ക് ആ മയോണൈസും ആ റെഡ് ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ, ഓഫ്, വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും കഴിച്ച് ടയേർഡായിട്ടിരിക്കുക കേട്ടോ. ഒരാൾ പല്ലിൽ കുത്തിക്കൊണ്ട് വരണുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു റിലാക്സേഷന് വേണ്ടി നേരെ എയർപോർട്ടിൽ പോയി. അവിടെ ചെന്ന് കുറച്ച് ട്രെയിനും പിന്നെ ഫ്ലൈറ്റും പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്ത്. ഞങ്ങളിപ്പോൾ ഒരു റീലിൻ്റെ വീഡിയോ കാണിക്കാവേ, അത് ഏത് പാട്ട് വെച്ചാൽ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.